എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്വന്തം പുണ്യാളൻ, ഭാന്ദ്ര എന്നീ സിനിമകൾ OTT റിലീസിന് ഒരുങ്ങുന്നു. ആസിഫ് അലി ചിത്രമായ ടിക്കി ടാക്കിയുടെ ടീസർ അപ്ഡേറ്റ് വന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നെൽസൺ സംവിധാനം ചെയ്ത് രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ജയിലർ 2. ഇപ്പോഴത്തെ സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഈ വരുന്ന ആഴ്ചയോടെ ചിത്രത്തിന്റെ എൻറ്റയർ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത് പാക്കപ്പ് ആവും എന്നൊരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് ഓഗസ്റ്റ് 15-ന് തിയേറ്ററുകളിലേക്ക് എത്തും. രജനീകാന്തിനൊപ്പം രമ്യ കൃഷ്ണ, സന്താനം, യോഗി ബാബു, ലാലേട്ടൻ, ശിവരാജ് കുമാർ, ഷാറൂഖ് ഖാൻ, വിദ്യാബാലൻ എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. കൊതലവാടിയ കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴത്തെ പൃഥ്വി, കാവ്യ എന്നിവർ കേന്ദ്രകഥാപാത്രമായി എത്തിയ സിനിമയുടെ OTT റിലീസ് നടന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈം വീഡിയോസ് വഴി ചിത്രം തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. RJ ബാലാജി സംവിധാനം ചെയ്ത് മാസ് ആക്ഷൻ എന്റർടൈനർ സിനിമയായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ സൂര്യ ചിത്രമാണല്ലോ കറുപ്പ്. ഇപ്പോഴത്തെ കറുപ്പ് എന്ന സിനിമയുടെ ആദ്യ പ്രിവ്യൂ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ടറായ സായ് അഭ്യങ്കർ മൂവി കണ്ടു എന്നും ചിത്രം തിയേറ്ററിൽ വലിയൊരു ഓളം തന്നെ സൃഷ്ടിക്കുമെന്നുമാണ് താരം ഇപ്പോൾ എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ കറുപ്പ് എന്ന സിനിമയുടെ കൂടുതൽ ഞെട്ടിക്കുന്ന അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. GV പ്രകാശ്, അനശ്വര രാജൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി കോമഡി, ഡ്രാമ, റൊമാൻറ്റിക് ജോണറിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ഹോട്ട്സ്റ്റാർ സ്പെഷ്യൽ തമിഴ് വെബ് സീരീസ് ആണ് ലക്കി. ഈ വെബ് സീരീസിന്റെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം ഇപ്പോൾ ഹോട്ട്സ്റ്റാർ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഫെബ്രുവരി 20-ന് ചിത്രം തമിഴ്, തെലുഗു, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അമൽ നീരജ് സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, നെസ്ലിൻ, ശ്രീനാഥ് ബാസി എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ബാച്ചിലർ പാർട്ടിയുടെ രണ്ടാം ഭാഗമായ ഡ്യൂക്സ്. ഇപ്പോഴത്തെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ഷൂട്ടിംഗ് കോട്ടയത്തെ തലയോലപ്പറമ്പിൽ വെച്ചാണ് ആരംഭിച്ചിരിക്കുന്നത്. ഒരു ആക്ഷൻ പാക്ഡ് മാസ് എന്റർടൈനർ ജോണറിൽ എത്തുന്ന സിനിമ ഈ വർഷം അവസാനത്തോടെയായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കമൽഹാസൻ നായകനായി ശങ്കർ സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ഇന്ത്യൻ 3. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ഇന്ത്യൻ 2-ന് മോശം റെസ്പോൺസുകൾ ലഭിച്ചതോടെ ഇന്ത്യൻ 3 ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ചിത്രം വീണ്ടും തിയേറ്റർ റിലീസിന് എത്തുകയാണ്. കമൽഹാസനൊപ്പം സിദ്ധാർത്ഥ, കാജൽ അഗർവാൾ തുടങ്ങിയവരും ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ചിത്രം ഇൻഡിപെൻഡൻസ് സ്പെഷ്യലായി ഓഗസ്റ്റ് 13-ന് പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. ശിവാജി, ലയ എന്നിവരൊക്കെ കേന്ദ്രകഥാപാത്രമായി തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും OTT റിലീസ് പ്ലാൻ ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സാമ്പ്രദായിനി സുപ്പിനി സുദ്ധ പൂസനി. സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ETV-വിന് OTT പ്ലാറ്റ്ഫോം OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഫെബ്രുവരി 12-ന് ETV-വിന് OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് ചെയ്യും. ഗോകുല മൂവീസിന്റെ ബാനറിൽ വിഷ്ണുമോഹൻ സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ L367. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. നിലവിൽ ചിത്രത്തിന്റെ വമ്പനൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. വലിയൊരു ബഡ്ജറ്റിൽ പാൻ ഇന്ത്യൻ റിലീസ് പ്ലാൻ ചെയ്യുന്ന സിനിമയിൽ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് ദുരന്തർ എന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായ ശാശ്വത് സച്ദേവ് ആണെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ബോളിവുഡിലെ ഒരു പ്രധാന താരം സിനിമയിൽ ക്യാമിയോ വേഷത്തിൽ എത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ കോംബോയിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ അതിരടി. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ലോകമെമ്പാടുമായി ചിത്രം മെയ് 14-ന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സിനിമയുടെ തിയേറ്റർ ചാർട്ടിംഗ് വർക്കുകളെല്ലാം തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രം 250 സ്ക്രീനുകളിലായിരിക്കും അതിരടി പ്രദർശിപ്പിക്കുന്നത്. വിഷ്ണുവിനെ മ്യൂസിക് ഒരുക്കുന്ന സിനിമ തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെ നേടിയെടുക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. കൊഹ്റ, സുദീപ് ശർമ്മ സംവിധാനം ചെയ്ത് ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്നും ക്രൈം ത്രില്ലർ ജോണറിൽ എത്തുന്ന ഏറ്റവും പുതിയ ബോളിവുഡ് വെബ് സീരീസ് ആണ്. ഈ വെബ് സീരീസിന്റെ രണ്ടാമത്തെ സീസൺ ഫെബ്രുവരി 11-ന് നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. പ്രദീപ് രംഗനാഥൻ നായകനായി കൃതി ഷെട്ടി, SJ സൂര്യ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ LIK. ജനനായകൻ എന്ന സിനിമയ്ക്ക് പിന്നാലെ മറ്റൊരു സിനിമയ്ക്ക് കൂടി സെൻസർ ഇഷ്യൂ വന്നിരിക്കുകയാണ്.
വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന സിനിമ നേരത്തെ ഫെബ്രുവരി 12-ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായി തിയേറ്ററുകളിലേക്ക് എത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഫെബ്രുവരി 19-ലേക്കാണ് സിനിമയുടെ റിലീസ് മാറ്റിയിരിക്കുന്നത്. മോളിവുഡിന്റെ അടുത്ത ബിഗ് ബഡ്ജറ്റ് സിനിമയായി വരാനിരിക്കുന്ന ആസിഫ് അലി സിനിമയാണല്ലോ ടിക്കി ടാക്ക. രോഹിത് VS സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയുടെ ആദ്യ ടീസർ ആസിഫ് അലിയുടെ ജന്മദിനത്തിൽ, അതായത് ഫെബ്രുവരി 4-ന് പുറത്തിറങ്ങാനായി ഒരുങ്ങുന്നു എന്നാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഫെബ്രുവരി 4-ന് ടിക്കി ടാക്ക ടീസർ റിലീസിനായി ഒരുങ്ങുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ മറ്റൊരു വമ്പൻ അപ്ഡേറ്റിൽ പറയുന്നത് മോളിവുഡിലെ തന്നെ ഒരു സൂപ്പർ താരം ടിക്കി ടാക്കയുടെ ക്യാമിയോ റോളിൽ എത്തുന്നു എന്നതാണ്. അത് മറ്റാരുമല്ല, പൃഥ്വിരാജ് സുകുമാരനാണ്. ഈ ഒരു വാർത്ത നേരത്തെ പുറത്തു വന്നെങ്കിലും ഇപ്പോഴത്തെ ആ കാര്യം മൂവി ടീം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ടിക്കി ടാക്കയിലെ പൃഥ്വിരാജിന്റെ ഷൂട്ട് വരുന്ന ഫെബ്രുവരി 8 മുതൽ ആരംഭിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പ്രഭാസിനെ നായകനാക്കി പൊങ്കൽ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ പാൻ ഇന്ത്യൻ ബോംബാണല്ലോ രാജാ സാബ്. തിയേറ്ററിൽ നിന്നും വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങി മാരുതി സംവിധാനം ചെയ്ത സിനിമയുടെ OTT അവകാശങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരുന്നു. ചിത്രം വരുന്ന ആഴ്ച ഫെബ്രുവരി 6-ന് ജിയോ ഹോട്ട്സ്റ്റാർ വഴി പാൻ ഇന്ത്യൻ ഭാഷകളിൽ സ്ട്രീം ചെയ്യും. കഴിഞ്ഞ വർഷം മോളിവുഡിൽ നിന്ന് തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ദുൽഖർ സൽമാൻ സിനിമയാണ് ലോക. ചിത്രത്തിന്റെ 2ാം ഭാഗം ഉണ്ടാവുമെന്ന് നിർമ്മാതാവായ ദുൽഖർ നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ ലോക ചാപ്റ്റർ 2-ന്റെ വലിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. നിലവിൽ ചിത്രത്തിന്റെ തിരക്കഥാ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ ടൊവിനോ തോമസ് അവതരിപ്പിച്ച ചാത്തൻ എന്ന കഥാപാത്രത്തെ ബേസ് ചെയ്തായിരിക്കും ലോക 2 ഒരുങ്ങുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ടൊവിനോയ്ക്കൊപ്പം ലോക 2-ൽ ബേസിൽ ജോസഫും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് എന്നതാണ്. മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് മോളിവുഡിലെ മോസ്റ്റ് അവൈറ്റഡ് സിനിമയായി വരാനിരിക്കുന്ന മലയാളം സിനിമയാണ് പാട്രിയറ്റ്. ഇപ്പോഴത്തെ ഈ ആക്ഷൻ ത്രില്ലർ സിനിമയെക്കുറിച്ച് സംവിധായകനായ മഹേഷ് നാരായണൻ മനസ്സ് തുറന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ബിഗ് എംസ് ഒന്നിക്കുന്ന സിനിമ ആരാധകർക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ മാസ് ആക്ഷൻ രംഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ഫുൾ എന്റർടൈനർ സിനിമയായിട്ടാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ വരുന്ന ഏപ്രിൽ 23-ന് തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്ന സിനിമ ബോക്സ് ഓഫീസ് ഇളക്കി മറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അടുത്ത അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുടേതാണ്. ദിലീപിനെ നായകനാക്കി അരുൺ ഗോപി സംവിധാനം ചെയ്ത് 2023-ൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ആക്ഷൻ ത്രില്ലർ മലയാളം സിനിമയാണല്ലോ ബാന്ദ്ര. തിയേറ്ററിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയ സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. തമന്ന കൂടി പ്രധാന വേഷത്തിലെത്തിയ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം ആരാധകർ കാത്തിരിക്കുന്നത് പോലെ ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈം വീഡിയോ സിനിമയുടെ OTT അവകാശങ്ങൾ ഒഫീഷ്യലായി സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. ഈ വരുന്ന ഫെബ്രുവരി മാസം തന്നെ ബാന്ദ്ര ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്യും. മഹേഷ് മധു സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, അനശ്വര രാജൻ കോംബോയിൽ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. തിയേറ്ററിൽ നിന്നും വലിയൊരു വിജയം നേടാതെ പോയ സിനിമയുടെ OTT റിലീസിനായി ഇപ്പോഴും നിരവധി ആരാധകരാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ കാത്തിരിക്കുന്ന ആരാധകർക്ക് സന്തോഷ വാർത്ത പുറത്തു വരുമ്പോൾ എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുടെ OTT അപ്ഡേറ്റ് മനോരമ മാക്സ് സ്വന്തമാക്കിയതാണ്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായി ഫെബ്രുവരി 13-ന് എന്ന് സ്വന്തം പുണ്യാളൻ മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുമെന്നാണ്. കാത്തിരിക്കാം ചിത്രത്തിന്റെ OTT റിലീസിനായി.